ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ ഒരു വാചകം കാണാം. ലാ അഅലമു ബഅദ അൻ-നുബുവ്വതി ദറജതൻ, നുബുവത്തിന് ശേഷം ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമായി എനിക്കറിയൂല എന്തല്ലാതെ മിൻ ബസ്സിൽ ഇൽമി അഫ്ദല മിൻ ബസ്സിൽ ഇൽമി, ദീനുൽ ഇസ്ലാമിന്റെ അറിവിനെ പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു അമലിനേക്കാൾ ഏറ്റവും അഫ്ദലായ മറ്റൊരു അമൽ എൻ്റെ അറിവിലില്ല നുബൂവത്തിന് ശേഷം. അദ്ദേഹം ഒക്കെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം അതിനു മുമ്പ് വന്ന ഏകദേശം 1.25 ലക്ഷത്തോളം വരുന്ന അംബിയാ മുർസലുകൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോകുമ്പം അതാത് ജനതക്ക് പകരമായി നൽകിയത് ദീനാറുകളും ദിർഹമുകളുമല്ല, അതല്ലെങ്കിൽ ഭൗതികമായിട്ട് പറയപ്പെടാവുന്ന ഒരു വസ്തുവുമല്ല. ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ അവസാനത്തെ ദിവസങ്ങളൊക്കെ ചരിത്രത്തിൽ നമ്മൾ പല പ്രാവശ്യം കേട്ടതാണ്. പക്ഷെ ഇന്നമാ വറസു അൽ ഇൽം, അവര് ബാക്കിയായി നമ്മളെ കൈമിൽ ഏൽപ്പിച്ചു പോയിരിക്കുന്നത് ദീനിന്റെ അറിവാണ്, ഇൽമാണ്. അത് ഏറ്റെടുക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനെ സ്നേഹിക്കുന്നവരാവുകയും അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാവുകയും ചെയ്യുക എന്നുള്ളത് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മഹുല്ലാഹ് പറഞ്ഞ പോലെ നുബൂവത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ അമലിൽപ്പെട്ടതാണ്.